എത്രയുണ്ട് പാറു ടോട്ടൽ? ചോദിച്ചു കേട്ടില്ലേ ടോട്ടൽ കളക്ഷൻ എത്ര ഉണ്ടെന്ന്? രമേശ് ഏട്ടൻ പിന്നെയും തുടങ്ങിയല്ലേ? എന്ത് മദ്യപാനത്തിന്റെ കാര്യമാണ്? എന്റെ പാറു, ലിസൺ ടു മീ. എനിക്ക് വാക്ക് തന്നതല്ലേ, ഇനി കുടിക്കില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞതല്ലേ? എന്നിട്ടാണോ ഇങ്ങനെ മൂക്കറ്റം കുടിച്ചു വന്ന് നിൽക്കുന്നെ? എനിക്ക് മനസ്സിലായി രമേശേട്ടൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. രമേശേട്ടന്റെ വാക്ക് വിശ്വസിച്ച് എന്തൊക്കെയോ ഞാൻ സ്വപ്നം കണ്ടു. എന്നെങ്കിലും നമുക്കൊരു നല്ല കാലം ഉണ്ടാവുമെന്ന് മോഹിച്ചു. ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്നും. വേണ്ട, എന്നെ തൊടണ്ട, എന്റെ അടുത്ത് വരണ്ട. ഞാനല്ലാതെ പിന്നെ ആരടി നിന്റെ അടുത്ത് വരാനും നിന്നെ തൊടാനും? ഒരെണ്ണം വെച്ചു തന്നാലുണ്ടല്ലോ. പെണ്ണങ്ങ് പേടിച്ചു പോയോ? എന്നെ കളിപ്പിക്കായിരുന്നു അല്ലേ? പിന്നല്ലാതെ. വാക്ക് തന്നതല്ലേ പാറു, എത്ര പ്രലോഭനം വന്നാലും പിടിച്ചു തന്നല്ലേ പറ്റൂ. അപ്പൊ പ്രലോഭനം വരുന്നുണ്ട്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഈ ബാർന്ന ബോർഡൊക്കെ കാണുമ്പോ ഇല്ല. കുടിയന്മാരാരെങ്കിലും അടുത്തോടെ പോകുമ്പോ? ഇല്ലെന്ന്. സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ ഏതെങ്കിലും ഒരു ബാറിലേക്ക് കയറ്റി വിട്ടു നോക്ക്. അയ്യോ, ആ പരീക്ഷണത്തിനൊന്നും ഞാനില്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പായിട്ടില്ല. അത് പോട്ടെ, സമ്പാദ്യം എണ്ണി നോക്കിയിട്ട് എങ്ങനെ രക്ഷപ്പെടുവോ? ഇതാ കണ്ടില്ലേ, ഇതുവരെയുള്ള സമ്പാദ്യ മോശമല്ലല്ലോ. ഞാൻ ക്യാൻവാസിങ്ങിന് ഇറങ്ങിയാലോ? മേൽത്തരം തയ്യൽ ജോലികൾക്ക് സമീപിക്കുക. ശ്രീമതി പാർവതി രമേശൻ, ശിവക്ഷേത്രത്തിന് കിഴക്കുവശം. എനിക്ക് ഒരു ക്യാൻവാസിങ്ങിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ആവശ്യക്കാരും എത്തിക്കോളും. എന്നാ ഞാൻ കൂടി തയ്യൽ പഠിച്ചാലോ? നമുക്ക് ഷിഫ്റ്റ് വെച്ച് തയ്ക്കാലോ. അതോടെ എന്റെ തയ്യൽ തീരും. നീ തന്നെ വെച്ചോ. അത്യാവശ്യമായിട്ട് എന്നെ കാണണോന്ന് പറഞ്ഞ എന്തിനാ? ആവശ്യമുണ്ടായിട്ട് തന്നെ. എന്താ അത്? എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. യമുന പറഞ്ഞു തരണം. പറയുന്നത് സത്യമായിരിക്കും വേണം. ഈശ്വര, ഏതോ കൊടുങ്കാറ്റാണല്ലോ വരാൻ പോണേ. ഇത് തമാശയല്ല യമുനെ, ഐ എം സീരിയസ്. എന്താ പ്രസാദേട്ടൻ അറിയണ്ടേ? ദിലീപിനെ പറ്റി. ദിലീപിനെ പറ്റി ഞാനെന്ത് പറയാൻ? യമുനയ്ക്ക് അറിയാവുന്നതെല്ലാം. ദിലീപിന്റെ രൂപം, പ്രകൃതം. അയാള് ഹാൻഡ്സം ആണോ? നല്ല ചോദ്യങ്ങളാണല്ലോ പ്രസാദേട്ടാ. അച്ഛനെ കാണാൻ വരുമ്പോ ദിലീപ് സുമിത്രയോട് സംസാരിക്കായിരുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടായിരുന്നോ? ഇത് കാടുകയറ്റമാണ് പ്രസാദേട്ടാ. വേണ്ട, ഇവിടെ വെച്ച് എന്നെ നിർത്താം. പറയൂ യമുനെ, അവരുടെ ബന്ധം എങ്ങനെയുള്ളതായിരുന്നു? എന്ത് ബന്ധം? ഒരേ കോളേജിൽ പഠിച്ച രണ്ടുപേര്, ജസ്റ്റ് ഫ്രണ്ട്സ്, അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വളർന്നിട്ടില്ല? ഇല്ല പ്രസാദേട്ടാ, അവരെന്നും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഈ യമുന ഞാൻ ആദ്യം കണ്ട യമുനയല്ല. യമുന സത്യം പറയുന്നില്ല. ചേച്ചിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രസാദേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കാര്യങ്ങൾ പിടിവിട്ടു പോവാണല്ലോ. അത് പാടില്ല പ്രസാദേട്ടാ, അപകടാ. സംശയത്തിന്റെ ഏതോ ഒരു തീപ്പൊരി പ്രസാദേട്ടന്റെ മനസ്സിലേക്ക് പാറി വീണിട്ടുണ്ട്. അത് വേഗം ചവിട്ടിക്കെടുത്തണം. എന്തിന് ചവിട്ടിക്കെടുത്തണം? എന്റെ സംശയങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്. സുമിത്ര കഥാകാരി, ദിലീപ് കവി എന്ന് വെച്ചാ രണ്ടുപേരും റൈറ്റേഴ്സ്. രണ്ട് റൈറ്റേഴ്സ് തമ്മിൽ ആദ്യം വെറും പരിചയപ്പെടൽ, പിന്നെ ആ പരിചയം വളർന്ന് വളർന്ന് പ്രേമമായി. അതല്ലേ പ്രസാദേട്ടൻ ഉദ്ദേശിച്ചേ? വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറാതെ പ്രസാദേട്ടാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇല്ലല്ലോ? എന്താ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ദിലീപും സുമിത്രേച്ചിയും തമ്മിൽ കടുത്ത പ്രേമമായിരുന്നു. പ്രേമമൂത്ത് അവർ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കൃത്യം ആ നേരത്താ ഒരു വില്ലനെ പോലെ പ്രസാദേട്ടൻ ഇടയിലേക്ക് കയറി വന്നത്. എന്താ പോരെ? തൃപ്തിയായില്ലേ?
തീർന്നില്ലേ? എന്താ? എഴുതി തീർന്നില്ലേന്ന്. മനസ്സിനൊട്ടും ഏകാഗ്രത കിട്ടുന്നില്ല. പിടിവിട്ട് എങ്ങോട്ടൊക്കെയോ പോവാ. നമ്മുടെ വീട്ടിലായിരുന്നപ്പോ ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്തു പറ്റി എനിക്ക്? നമ്മുടെ വീടല്ലല്ലോ ഇത്. ആ വീട്ടിലെ അന്നത്തെ സുമിത്ര ചേച്ചിയും അല്ല ഇരിക്കുന്നേ. മാറ്റങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷെ ചേച്ചി അത് അറിയുന്നുണ്ടോ എന്നാ എന്റെ സംശയം. എന്താ യമുനെ നീ അങ്ങനെ പറഞ്ഞേ? ആ വീട്ടിൽ ഉപേക്ഷിച്ച് പോരേണ്ടതെല്ലാം ചേച്ചി ശരിക്കും ഉപേക്ഷിച്ചിട്ടാണോ പോകുന്നത്? അതോ രഹസ്യമായിട്ട് കൂടെ കൊണ്ടുപോന്നോ? അല്ലെങ്കിൽ മനസ്സ് പിടിവിട്ട് പോകുമ്പോഴും ഒരു വാശി പോലെ ഇങ്ങനെ കഥ എഴുതേണ്ട കാരണം എന്താ? കാരണം ഞാൻ പറയാം. പഴയ ഓർമ്മകൾ. ചേച്ചിയുടെ മനസ്സിപ്പോഴും അവിടെ എവിടേക്കോ ചെല്ലുന്നുണ്ട്. പക്ഷെ അത് അപകട സുമിത്രേച്ചി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണമുണ്ട്. പ്രസാദേട്ടൻ പറയാ. പ്രസാദേട്ടന്റെ ഉള്ളില് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. സംശയങ്ങളോ? നിനക്കങ്ങനെ തോന്നിയോ? നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ പ്രസാദേട്ടൻ? എന്നോട് സത്യം പറയാമനെ, എന്തെങ്കിലും ചോദിച്ചോ നിന്നോട്? ചോദിച്ചു. ദിലീപിനെ പറ്റി. ദിലീപിനെ പറ്റിയോ? ദിലീപിനെ പറ്റി എന്തൊക്കെയോ അറിയണമെന്നുണ്ട് പ്രസാദേട്ടന്. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാനായിരുന്നു ശ്രമം. നീ എന്തു പറഞ്ഞു? ആ മയിൽപീലിയെ പറ്റി ഞാനൊന്നും മിണ്ടിയില്ല. നിങ്ങൾ തമ്മില് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ ഞാൻ പ്രസാദേട്ടനോട് പറഞ്ഞത്. അതല്ലേ സത്യം? ആണോ? നിനക്ക് വിശ്വാസാവുന്നില്ലേ? ഞാൻ ആ മയിൽപീലി എന്നെ കത്തിച്ച് ചാരുവാക്കിയതാണ്. എന്നിട്ടും എന്റെ അനിയത്തിക്ക് എന്നെ വിശ്വാസമില്ലേ? മയിൽപീലി കത്തിച്ചിരിക്കാം. പക്ഷെ കത്തിച്ചാരായതുകൊണ്ട് മാത്രം അതില്ലാതായോന്ന് ചേച്ചി സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. എന്തായാലും ഒന്ന് ഞാൻ പറയാം. പ്രസാദേട്ടന്റെ മനസ്സില് ഇപ്പൊ ഒരു പേരേ ഉള്ളൂ, ദിലീപ്. അതവിടുന്ന് മായ്ച്ചു കളയണം ചേച്ചി. അല്ലെങ്കിൽ പിടിച്ചാ കിട്ടാത്ത ഒഴുക്കിലേക്കാവും ഈ സംശയത്തിന്റെ പോക്ക്.